ഗുഡ് മോർണിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളായ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ 2 ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ മോട്ടീവ്സ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് നമ്മുടെ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷും അതുപോലെ ഒരു കമ്പനിയിലത്തെ ക്യാഷ് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും, ഒരു 7 ഫാക്ടേഴ്സ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് രണ്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അത് നമുക്ക് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നലെ ക്യാഷ് എന്താണെന്ന് പഠിച്ചു. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ക്യാഷ് ഈക്വലൻസ് ലൈക്ക് ചെക്സ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, മണി ഓർഡർ ആൻഡ് അതർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. ഇതൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ക്യാഷിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതാണ് സിമ്പിൾ മീനിങ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദി മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങോട്ട് വരുന്നത് ദാറ്റ് ഈസ് ഇൻകം. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ദാറ്റ് ഈസ് എക്സ്പെൻസ്. അപ്പോൾ നമുക്കുള്ള ഇൻകത്തിൻ്റെയും എക്സ്പെൻസിൻ്റെയും പ്രോപ്പർ മാനേജ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ് മാനേജ്മെൻറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് outflow. We should have a control on expenses and we should try to maximize the income. അതായത് ഇൻഫ്ലോ കൂട്ടാനും നോക്കണം, ഔട്ട്ഫ്ലോ കുറയ്ക്കാനും നോക്കണം. അതാണ് പ്രോപ്പർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലോ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകം ആണ്, അത് കൂട്ടണം, എന്നാലാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുക. ദെൻ ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ എക്സ്പെൻസ് ആണ്, അത് നമുക്ക് കുറയ്ക്കണം, എന്നാലാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. It is the process of forecasting, collecting, dispersing, investing and planning for the cash a company needs to operate its business smoothly. അതായത് ഒരു ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ക്യാഷ്, അതായത് മണി, അതിനെക്കുറിച്ച് നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്തണം. കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ചെയ്യാനുണ്ട്, കുറച്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സുകൾ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫോർകാസ്റ്റിംഗ്. അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നിങ്ങൾക്ക് എത്രയാണ് ക്യാഷ് റിക്വയർമെൻറ്റ് ആവശ്യം വരിക, അത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. ദെൻ കളക്റ്റിംഗ്, അത് നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്തി അത്രയ്ക്ക് എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യണം. ദെൻ ഡിസ്പേഴ്സിങ് എന്ന് വെച്ചാൽ ആവശ്യങ്ങൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കണം. അവർക്കൊക്കെയാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര രൂപ ആവശ്യം വേണം നമ്മൾ ആദ്യം ഫോർകാസ്റ്റ് ചെയ്തു, അത്രയ്ക്ക് കാശ് നമ്മൾ പ്രൊക്യൂർ ചെയ്തിരിക്കുന്നുണ്ട്. ദെൻ അവരാർക്ക് ആവശ്യമുള്ള, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആവശ്യമുള്ള ക്യാഷ് അവരാർക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കുക, ഭാഗിച്ചു കൊടുക്കുക. ദെൻ ഇൻവെസ്റ്റിംഗ്, അങ്ങനെ ഭാഗിച്ചു കൊടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ക്യാഷ് നമ്മൾ വെറുതെ എടുത്തു വയ്ക്കില്ല, അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ആൻഡ് പ്ലാനിങ്, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഫോർ ദി ക്യാഷ് ഓർ കമ്പനി നീഡ്സ് ടു ഓപ്പറേറ്റ് ഇറ്റ് ബിസിനസ് സ്മൂത്ത്ലി. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെ നടത്തണം? നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്തണം, ദെൻ കളക്റ്റിംഗ്, ദെൻ ഡിസ്പേഴ്സിങ്, ദെൻ ഇൻവെസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് ദ ക്യാഷ് റിക്വയർഡ് ബൈ എ കമ്പനി ടു ഓപ്പറേറ്റ് ഇറ്റ്സ് ബിസിനസ് സ്മൂത്ത്ലി. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ക്യാഷിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് ഒരു ഡിലേയും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. It aims to maintain a sound cash position to keep the firm sufficiently liquid and to use excessive cash in profitability. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തിയാൽ വി ആർ ഏബിൾ ടു കീപ് ദ ഫേം സഫീഷ്യൻ്റ്ലി ലിക്വിഡ്. അങ്ങനെ പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനി എപ്പോഴും ലിക്വിഡായിരിക്കും. ലിക്വിഡായിരിക്കും വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ എപ്പോഴും ആവശ്യത്തിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ആൻഡ് ടു യൂസ് ദ എക്സസീവ് ക്യാഷ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി, അധികം വരുന്ന ക്യാഷ് നമ്മളിങ്ങനെ കെട്ടിക്കെടുക്കുന്നില്ല, അത് നമ്മൾ പ്രോഫിറ്റബിളായിട്ട് വല്ലയിടത്തും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് നമ്മൾ ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തുക, അതാണ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. ടു കീപ് ദ ഫേം ലിക്വിഡ് ആൻഡ് ടു ഇൻവെസ്റ്റ് എക്സസ് ഫണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള ക്യാഷ് ഉണ്ട്, പ്ലസ് നമുക്ക് അധികം വരുന്ന ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നമ്മുടെ ക്യാഷ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ.
നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ടും രണ്ട് ഒബ്ജക്റ്റീവാണ് പറയുക. രണ്ട് ഒബ്ജക്റ്റീവ്സാണ് പറയുക. ഫസ്റ്റ് വൺ പറയുന്നത് ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ, ദെൻ ടു മിനിമൈസ് ദ ക്യാഷ് ബാലൻസസ്. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ. ഔട്ട്ഫ്ലോ മീൻസ് അവർ എക്സ്പെൻസസ്. നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ക്യാഷ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പറയുന്നത് ടു മിനിമൈസസ് ദി ക്യാഷ് ബാലൻസ്. നമ്മൾ നമ്മുടെ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബാലൻസ് ഏറ്റവും കുറവ് മതി. ഓക്കെ, ഇതാണ് ടു ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ, സെക്കൻഡ് വൺ ടു മിനിമൈസ് ദ ക്യാഷ് ബാലൻസ്. ഇത് രണ്ടും നമുക്ക് നോക്കിയാൽ അറിയാം, രണ്ടും കോൺട്രഡിക്ടറി ആണ്. കോൺട്രഡിക്ടറി എന്ന് വെച്ചാൽ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുമ്പോൾ മറ്റേത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ സപ്പോസ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ. നമുക്ക് വരുന്ന എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചധികം ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് പേടിയില്ല, എത്ര എക്സ്പെൻസ് വന്നാലും നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു മിനിമൈസ് ദ ക്യാഷ് ബാലൻസ് ആണ്. അത് നമ്മൾ കൂടുതൽ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് സെക്കൻഡ് ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ സെക്കൻഡ് ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ബാലൻസ് വളരെ കുറവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രോബബിലിറ്റി ഉള്ളത് നമുക്ക് നമ്മുടെ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പറഞ്ഞത് ദീസ് ടു ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഈസ് ടു മേക്ക് ദ ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് ടു മെയിൻറ്റെയിൻ മിനിമം ക്യാഷ് ബാലൻസ്. ഇത് രണ്ടും കോൺട്രഡിക്ടറി ആണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന സംഭവങ്ങളാണ്. അത് രണ്ടും അറ്റ് എ ടൈം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് 100% സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടും ബാലൻസ് ചെയ്യുന്ന ഒരു ക്യാഷ് ലെവലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് വരുന്ന എല്ലാ എക്സ്പെൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാവുന്ന ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുക, പക്ഷെ അത് അത്ര കൂടുതലാവാതിരിക്കാനും നോക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്ന ഒരു ക്യാഷ് ലെവൽ വേണം നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ മെയിനായിട്ടും രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ, ദെൻ ടു മിനിമൈസ് ദി ക്യാഷ് ബാലൻസ്. ദീസ് ടു ഒബ്ജക്റ്റീവ്സ് ആർ കോൺട്രഡിക്ടറി, സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ ദീസ് ടു objectives. Okay, then there are other objectives. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സബ്സിഡറി ഒബ്ജക്റ്റീവ് ആയിട്ട് കുറേ ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ടു പ്രിവെൻറ്റ് ഇൻസോൾവൻസി. ഇൻസോൾവൻസി ഞാൻ പറഞ്ഞു ദ ഇന്നബിലിറ്റി ടു പേ ദി ഡെപ്റ്റ്. നമ്മുടെ ബാധ്യതകൾ തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയാണ് അതിന് വിളിക്കുന്ന പേരാണ് ഇൻസോൾവൻറ്റ്. സോൾവെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ എബിലിറ്റി ഉണ്ട്. ഇൻസോൾവൻസി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഡെപ്റ്റ് ഒന്നും മീറ്റ് ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് നമുക്ക് തടയണം. ടു പ്രിവെൻറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഡെപ്റ്റൊക്കെ മീറ്റ് ചെയ്യാനുള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. ദെൻ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻസ് വിത്ത് സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. നമ്മൾ സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സുമായിട്ട് ആരിൽ നിന്ന് പണം കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സ് ക്രെഡിറ്റിന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുക. അങ്ങനെയാണ് നമ്മൾ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരാളുടെ നിന്ന് ക്യാഷ് മേടിച്ച് അയാൾക്ക് പ്രോപ്പറായിട്ട് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ അയാൾ നമ്മളോട് മിസ്ബിഹേവ് ചെയ്യും, നമ്മുടെ റിലേഷൻഷിപ്പ് മോശമാവും. അങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. ഡ്യൂ ഡേറ്റിൽ സമയത്തിന് പറഞ്ഞ എമൗണ്ട് നമ്മൾ കൊടുത്ത് നമ്മൾ കൃത്യമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. വി ഹാവ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എൻഷുവർ സ്ട്രോങ് ക്രെഡിറ്റ് റേറ്റിംഗ്. സ്ട്രോങ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ നന്നായിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടാവണം. അതായത് പ്രോപ്പറായിട്ട് ബാങ്ക് പേയ്മെൻ്റ് ഒക്കെ നടത്തുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടാവും. നമ്മൾ ലോൺ എടുത്തിട്ട് അതിൽ റീപേയ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വരുത്തിയാൽ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയും. അപ്പോൾ അങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് എന്നാണ് ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ ഡ്യൂ ഡേറ്റ്, ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫേവറബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സ്പെക്കുലേറ്റീവ് മോട്ടീവിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സഫീഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ അതാണ് പറയുന്നത് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫേവറബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടാവും. ഇതൊക്കെയാണ് അതർ സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് രണ്ടെണ്ണമാണ് ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ, ടു മിനിമൈസ് ദി ക്യാഷ് ബാലൻസസ്. ദെൻ അത് സബ്സിഡറി ഒബ്ജക്റ്റീവും ഒന്ന് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് ഈസ് സ്കോപ്പ് ഓർ ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ സ്കോപ്പ്, ഏരിയ ഓഫ് കവറേജ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ക്യാഷ് പ്ലാനിങ്. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ക്യാഷ് പ്ലാനിങ്. പ്ലാനിങ് നമുക്ക് എന്താണെന്നറിയാം, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നമ്മൾ മുൻകൂട്ടി കാണും. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു കൊല്ലത്തേക്കൊക്കെ എത്രയായിരിക്കും നമുക്ക് ക്യാഷ് വരിക, എത്ര എക്സ്പെൻസ് ഉണ്ടാവാം, എത്ര ഇൻകം ഉണ്ടാവാം എന്നൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കലാണ് നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാഷ് പ്ലാനിങ്. നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന എക്സ്പെൻസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ക്യാഷ് പ്ലാനിങ്. പ്ലാനിങ് ദ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻ ഓർഡർ ടു പ്രൊജക്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് ക്യാഷ് ഫോർ എ പീരിയഡ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. നമ്മൾ ഓരോ മാസത്തെയും എക്സ്പെക്റ്റഡ് എക്സ്പെൻസും എക്സ്പെക്റ്റഡ് ഇൻകം വെച്ചിട്ട് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കും. അത് നമ്മൾ ക്യാഷ് പ്ലാനിങ്ങിൽ നടത്തുന്ന ഒരു സ്റ്റെപ്പാണ്, ഒരു മെത്തേഡാണ് ക്യാഷ് പ്ലാനിങ്ങിന് വേണ്ടി പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റ്. ആ ക്യാഷ് ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാകും. എത്രയാണ് ഈ മാസത്തെ ചിലവ് വരിക, എക്സ്പെക്റ്റഡ്, ഈ മാസത്തെ എത്ര ഇൻകം വരും, എക്സ്പെക്റ്റഡ്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. That is the first step, that is cash planning. Second one is managing cash flow. Managing cash flow എന്ന് ഉദ്ദേശിക്കുന്നത് there are two types of cash flow, cash inflow and cash outflow. അത് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാഷ് ഇൻഫ്ലോ കൂട്ടുക, ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കുക. അതായത് ക്യാഷ് ഇൻഫ്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം അത് ആക്സലറേറ്റ് ചെയ്യുക, അതായത് അത് കൂട്ടുക. ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെൻസ് അത് മാക്സിമം കൺട്രോൾ ചെയ്ത് ഏറ്റവും മിനിമം കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ചിലവാകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ചെയ്യാം. അതിന് വിളിക്കുന്ന പേരാണ് മാനേജിങ് ക്യാഷ് ഫ്ലോ. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ബോത്ത് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. വി ഷുഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു ആക്സിലറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് മിനിമൈസ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ കൂട്ടുക, ഔട്ട്ഫ്ലോ കുറയ്ക്കുക, അതിന് വിളിക്കുന്ന പേരാണ് മാനേജിങ് ക്യാഷ് ഫ്ലോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാനേജിങ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്. എന്താണ് ഈ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് വെച്ചാൽ ആവശ്യത്തിനുള്ള ക്യാഷ് ബാലൻസ്, അധികവും വേണ്ട, എക്സസും വേണ്ട, ഡെഫിസിറ്റും വേണ്ട. എക്സസിൻ്റെ അയാളുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് എക്സ്പെൻസ് വന്നാലും മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഉണ്ടാവും, അതതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ വേസ്റ്റ് ഓഫ് മണിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ക്യാഷായിട്ട് തന്നെ ഇരുന്നാൽ ദാറ്റ് വിൽ അൺപ്രൊഡക്റ്റീവ്, ദാറ്റ് ഈസ് ആൻ അൺപ്രൊഡക്റ്റീവ് അസറ്റ്. അത് ഹ്യൂമൻ ബീയിങ്സ് ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്താലേ അതിൽ നിന്നും ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ആദ്യത്തെ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. കൂടുതൽ ക്യാഷ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലേ കുറേ ക്യാഷ് നമ്മൾ വേസ്റ്റ് ആകും, അൺപ്രൊഡക്റ്റീവായിട്ട് ഇരിക്കും. അതാണ് എക്സസ് ആയുള്ള കുഴപ്പം, പോസിറ്റീവ് നെഗറ്റീവ്. ദെൻ ഡെഫിസിറ്റ് ആയുള്ള പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ എക്സസ് ഓഫ് വേസ്റ്റേജ് ഓഫ് ക്യാഷ് അവിടെ വരുന്നില്ല, കാരണം ആവശ്യത്തിന് അനാവശ്യമായിട്ട് അവിടെ ക്യാഷ് കെട്ടിക്കിടക്കുന്നില്ല. അതതിൻ്റെ പോസിറ്റീവാണ്. നെഗറ്റീവായിട്ട് എന്താ വരുന്നത് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിലേ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാനേജിങ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്. കൂടുതലും വേണ്ട, കുറവും വേണ്ട, എപ്പോഴും നമ്മൾ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റിംഗ് ക്യാഷ്. ഇൻവെസ്റ്റിംഗ് ക്യാഷ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് എല്ലാ ചിലവുകളും കഴിഞ്ഞ് സർപ്ലസ് വരുന്ന ക്യാഷായിട്ട് നമ്മുടെ ഡ്രോയിൽ വെച്ചാൽ അത് അൺപ്രൊഡക്റ്റീവാണ്. നമ്മളത് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. എന്നാലാണ് നമുക്ക് ആ ക്യാഷിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ദ സർപ്ലസ് ക്യാഷ്. ദെൻ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്സ്. നമ്മൾ എപ്പോഴും നമ്മുടെ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ നമ്മൾ റെഗുലറായിട്ട് പ്രോംപ്റ്റായിട്ട് റീപേയ്മെൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തിയാൽ വി ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ബാങ്ക്. അങ്ങനെ ഗുഡ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു
എമർജൻസി കേസിൽ സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണമെങ്കിൽ ഈ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസിയിലെ ഫണ്ടിന് ആവശ്യം വരുമ്പോൾ ഈ ബാങ്കിനെ അപ്രോച്ച് ചെയ്താൽ അവർ നമുക്ക് ചിലപ്പോൾ ഫണ്ട് തന്ന് സഹായിക്കില്ല. അപ്പോൾ വി ഷുഡ് ഓൾവേസ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക് by repaying or by paying the interest and installment promptly and regularly. Okay, അപ്പോൾ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ആദ്യം നമ്മൾ ക്യാഷ് പ്ലാൻ ചെയ്യണം, ദെൻ ക്യാഷ് ഫ്ലോസ് മാനേജ് ചെയ്യണം, ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, സർപ്ലസ് ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. വി ഷുഡ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ സ്കോപ്പ് ചോദിച്ചാലും ഫങ്ഷൻ ചോദിച്ചാലും രണ്ടിനും ഇത് പോയിന്റിൽ തന്നെ എഴുതിയാൽ മതി. Next is advantages of cash management. That is, what are the advantages or benefits of cash management? എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് കീപ്പ് ആൻ അൺസക്സസ്ഫുൾ ഫേം ഗോയിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. ഒരു ബിസിനസ്സിൽ പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ ഫെയിലിയറിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. 99% ആ ബിസിനസ് സക്സസ് ആകും. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. കാരണം അവിടെ കൃത്യമായിട്ട് ക്യാഷ് ഇൻഫ്ലോനും ക്യാഷ് ഔട്ട്ഫ്ലോനും മാനേജ്മെൻറ്റ് ഉണ്ടാവും. അവരെന്തിനു ശ്രമിക്കും? ആക്സലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് മിനിമൈസിങ് ക്യാഷ് ഔട്ട്ഫ്ലോ ട്രൈ ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് അവർക്ക് അവരുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഫെയിലിയർ ആവാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു അൺസക്സസ്ഫുൾ കമ്പനിക്ക് സക്സസ് ആവാൻ വേണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തിയാൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ പറയുന്നത് ഒപ്റ്റെയിൻ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ. പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രോപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഉണ്ടാകും. ആവശ്യത്തിനുള്ള ക്യാഷ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് രണ്ട് ഒബ്ജക്റ്റീവ് പറഞ്ഞല്ലോ. ആ രണ്ട് ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ക്യാപിറ്റൽ? അതെ, ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. അത് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകും. ദെൻ എൻഷുവർ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. നമുക്കറിയാം ക്യാഷ് എന്ന് പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ കമ്പനിയിൽ ലിക്വിഡിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ദെൻ സോൾവൻസി ഞാൻ നേരത്തെ മീനിങ് പറഞ്ഞു. ദ എബിലിറ്റി ടു പേ ദ ഡെപ്റ്റ്. ഇഫ് ദർ ഈസ് പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ് അവർ കമ്പനി വിൽ ബിക്കം എ സോൾവൻറ്റ് കമ്പനി. അതാണ് അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. എൻഷുവർ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. നെക്സ്റ്റ് വൺ ഈസ് ഹെൽപ്സ് ടു ഫ്രെയിം എ സൗണ്ട് ഡെപ്റ്റ് പോളിസി. ഡെപ്റ്റ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽ അലൗ ചെയ്യുന്ന പോളിസി. അതായത് സപ്പോസ് നമുക്ക് അറിയാം സെയിൽസ് ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ക്യാഷ് സെയിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കമ്പനികൾ ക്രെഡിറ്റ് സെയിൽ എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്. നമ്മുടെ കമ്പനി ക്രെഡിറ്റ് സെയിലാണ് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവർക്ക് റെഡി ക്യാഷ് പേയ്മെൻറ്റ് വേണ്ട, ഫ്യൂച്ചർ ഡേറ്റിൽ അവർ ക്യാഷ് നടത്തി കൊടുത്താമോ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കതൊരു അഡ്വാൻറ്റേജ് ആണ്. അവരതിന് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി അപ്പോൾ നമുക്ക് സെയിൽസ് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ക്രെഡിറ്റ് സെയിൽ അലൗ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇപ്പോൾ കിട്ടേണ്ട ക്യാഷ് 2 മാസം കഴിഞ്ഞിട്ട് മതി എന്ന് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ന് ആ ക്യാഷ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി എക്സ്പെൻസിന് വേണ്ടി ആ ക്യാഷ് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാനും സെയിൽസ് കൂടാനുമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് സെയിലിനെ അലൗ ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് നമ്മൾ കരുതി വെച്ചിട്ട് നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഡെപ്റ്റ് പോളിസി നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റെഗുലറൈസ് ക്യാഷ് ഫ്ലോ. അതായത് ദർ ഈസ് എ റെഗുലാരിറ്റി ഇൻ ക്യാഷ് ഇൻഫ്ലോ. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം റെഗുലറായിട്ട് കിട്ടും. അല്ല ഒരു മാസം ലാഭം കിട്ടി പിന്നെ അടുത്ത 2 മാസം ഒന്നും കിട്ടുന്നില്ല, പിന്നത്തെ മാസം നഷ്ടം, അങ്ങനെ ഒരു അവസ്ഥയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും റെഗുലറായിട്ട് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ നമുക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ എക്സ്പെൻസ് കുറച്ച് ആക്സലറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റെഗുലാരിറ്റി ഇൻ ഇൻകം ഉണ്ടാവും നമ്മുടെ കമ്പനിയിൽ. ദെൻ ബ്രിങ് ഇൻ ടു ലൈറ്റ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട് ചേഞ്ചസ്. നമുക്ക് ക്യാഷ് മാനേജ്മെൻറ്റിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ എക്സ്പെൻസും ഇൻകം എഴുതുന്ന സ്ഥലം എവിടെയാണ്? P&L അക്കൗണ്ടാണ്.
അപ്പോൾ നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നതും എക്സ്പെൻസും ഇൻകവുമാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് P&L അക്കൗണ്ടിൽ ചേഞ്ചസ് വരുന്നത്? P&L അക്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക ചേഞ്ചസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ഐഡിയ ടോപ്പ് മാനേജ്മെൻറ്റിന് കിട്ടും, പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ഈ എക്സ്പെൻസിനെ കുറിച്ചും ഇൻകത്തിനെ കുറിച്ചൊന്നും പ്രത്യേക ഒരു ഐഡിയ ആർക്കും ഉണ്ടാവില്ല. P&L അക്കൗണ്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാലോ അതൊന്നും അറിയണമെന്നില്ല. പക്ഷേ പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സ്മൂത്തായിട്ട് അവിടെ നടന്നോളും. റെഗുലർ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷൊക്കെ നമുക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഇത്രയ്ക്കുള്ള നമുക്ക് ക്യാഷ് മാനേജ്മെൻറ്റിൽ പഠിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.